മോണി ഞാൻ ഒരു കാര്യം പറയാം. നീ ഇവിടെ ചെയ്യുന്ന പണിയില്ല ഞാൻ ചെയ്യാം. എന്റെ പണി നിനക്ക് ചെയ്യാൻ പറ്റുമോ? നീ ഒരാഴ്ച ചെയ്യുന്ന പണി ഞാൻ ഒരു ദിവസം കൊണ്ട് ഇവിടെ ചെയ്യാം. അറിയോ രവിയേട്ടാ, എല്ലാ പണിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. എല്ലാ പണിക്കും അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എല്ലാ പണിക്കും ഒരുപോലെയല്ല. അത് നീ മനസ്സിലാക്കിയാൽ മതി. ഒരു ദിവസത്തെ പണി ഇവിടെ ചെയ്തു നോക്കണം മൊത്തത്തിൽ. അപ്പൊ അറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താന്ന്. ശരി, ഒരു കാര്യം ചെയ്യാം. രവിയുടെ ഇവിടെ കഷ്ടപ്പെട്ട് ചെയ്യണ പണി ഞാൻ ചെയ്യാം. എന്ത് പറയുന്നു? എന്തോന്ന് വെല്ലു വിളിക്കണ ഉണ്ടോ? എന്തോന്നൊക്കെ പറയണ നിങ്ങള്? കഴിഞ്ഞോ നിങ്ങളുടെ വെല്ലുവിളി കഴിഞ്ഞോ? ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും? അല്ല, ഞാൻ ചെയ്യാം. എന്റെ പേര് പാറവിള വീട്ടിലെ രവീന്ദ്രൻ എന്നാണ്. മനസ്സിലായ? ഞാൻ ചെയ്യാം നിന്റെ പണികളൊക്കെ. നീ ഇത് ചെയ്യും. അപ്പൊ ഇനി മൂലം നീ ബാങ്കിൽ പോവോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഇവിടെ വീട്ടില് ലീവ് എടുത്തിരുന്ന് ചെയ്യുന്ന പണി ചെയ്യാന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വെല്ലുവിളിയൊക്കെ ഓക്കെ. അമ്മയ്ക്ക് ഈ ഓഫീസിൽ പണി വല്ല അറിയാവോ? അല്ല, അത് ഞാൻ പറഞ്ഞു കൊടുക്കാം. നീ ചെയ്യുമല്ലോ. ഇതാ നോക്ക്, ഇത് കണ്ട. ഇത് 6 മാസത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് മൊത്തം ഇതുമായിട്ട് വെരിഫൈ ചെയ്യണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇതിൽ അഡ്രസ്സുകളുണ്ട്. ഈ അഡ്രസ്സുകളെല്ലാം ചെക്ക് ചെയ്യണം. കുറച്ചൊന്നും അല്ല മണി, ആ എല്ലാ അഡ്രസ്സും ചെയ്യിക്കണം. അതുപോലെ ഇതിൽ കുറെ പേപ്പേഴ്സ് ഇത് ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്, സീലും വെച്ചിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് കവറിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യണം. പിന്നെ ഇഷ്യൂഡ് ലോണിന്റെ കാര്യമുണ്ട്, അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇത്രയും നീ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്. ഇതൊക്കെ ഞാൻ 4 ദിവസം കൊണ്ട് ചെയ്യും. നിനക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും? നീ ചെയ്ത് കാണില്ലേ? രവിയേട്ടന്റെ കണക്കിൽ ഞാൻ 7 ദിവസം കൊണ്ട് ചെയ്യുന്ന പണിയൊക്കെ രവിയേട്ടൻ 1 ദിവസം കൊണ്ട് തീർക്കുമല്ലോ. അപ്പൊ രവിയേട്ടൻ 4 ദിവസം കൊണ്ട് തീർക്കണ പണി ഞാൻ എത്ര ദിവസം കൊണ്ട് തീർക്കുന്നതാണ് കണക്ക്? 28 ദിവസം. ശ്രമിക്കാം ഞാൻ ചെയ്ത് തീർക്കാൻ. നീ ചെയ്ത് കാണില്ലേ? കാണിക്കാം. കഴിഞ്ഞല്ലോ, നിങ്ങൾ തമ്മിൽ ഒരു ഒത്തുതീർപ്പായല്ലോ. അപ്പൊ ഇതിൽ ആരാണോ തോക്കുന്നത് അവര് സോറി പറയണം. ഞാൻ എന്തിനു സോറി പറയണം? അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു മക്കളെ? നീ എന്തിനു പറയണമെന്നാ? എടി, നീ നല്ല ഭക്ഷണം ഭർത്താവിന് ഉണ്ടാക്കി കൊടുത്തില്ല, അതിന് സോറി പറയണം. ഓഹോ, അതിന് ശരി. നീ ചെയ്. 4 കറിയും കുറച്ച് ചോറും ഉണ്ടാക്കണ പോലെയാണെന്നാണ് വിചാരം. നീ ചെയ്ത് കാണില്ലേ? ചെയ്യുന്നതൊക്കെ കൊള്ളാം, തെറ്റൊന്നും വരില്ല. അവസാനം ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരല്.